നമസ്കാരം. സംസ്ഥാനത്ത് വാഹനങ്ങളിൽ നടത്തുന്ന നിയമവിരുദ്ധമായ മോഡിഫിക്കേഷനുകൾക്കെതിരെ കർശന നടപടികളുമായി മുന്നോട്ടു പോകാൻ മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്കൊപ്പം പോലീസിനും വ്യക്തമായ നിർദ്ദേശം നൽകി കേരള ഹൈക്കോടതി. ഒരു വാഹനത്തിൽ നടത്തുന്ന ഓരോ അനധികൃത രൂപമാറ്റത്തിനും പ്രത്യേകമായി 5000 രൂപ വീതം പിഴ ചുമത്തണമെന്ന് ഹൈക്കോടതി നിർണായകമായി ഉത്തരവിട്ടിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് നേതാവും നിലവിലെ മുഖ്യമന്ത്രിയുമായ വി ഡി സതീശൻ വാഹനപ്രേമികൾക്ക് നൽകിയ പ്രധാന വാഗ്ദാനങ്ങൾ ഒന്നായിരുന്നു സുരക്ഷിതമായ രീതിയിലുള്ള വാഹന മോഡിഫിക്കേഷനുകൾക്ക് അനുമതി നൽകുമെന്നത്. എന്നാൽ ഇത്തരം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾക്ക് വാഹനപ്രേമികളുടെ ആഗ്രഹങ്ങൾക്കും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് റോഡ് സുരക്ഷയും പൗരന്മാരുടെ ജീവനും മുൻനിർത്തി ഹൈക്കോടതിയുടെ കടുത്ത ഇടപെടൽ എത്തിയിരിക്കുന്നത്. അടൂരിൽ മുൻപ് രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ച ഒരു ജീപ്പിൽ 6ഓളം നിയമവിരുദ്ധമായ മോഡിഫിക്കേഷനുകൾ കണ്ടെത്തിയിട്ടും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ആകെ 5000 രൂപ മാത്രം പിഴ ചുമത്തി കേസ് അവസാനിപ്പിച്ച സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നിലപാട് കടുപ്പിച്ചത്. ഓരോ മോഡിഫിക്കേഷനും വെവ്വേറെ കണക്കാക്കി 5000 രൂപ വീതം പിഴ ചുമത്തേണ്ട സ്ഥാനത്ത് ഉദ്യോഗസ്ഥർ കാണിച്ച ഈ അയഞ്ഞ സമീപനത്തെ കോടതി രൂക്ഷമായി വിമർശിച്ചു. തുടർന്ന് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോട് സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വാഹനങ്ങളിൽ നിയമവിരുദ്ധമായി ഘടിപ്പിക്കുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള LED ലൈറ്റുകൾ, കണ്ണഞ്ചിപ്പിക്കുന്ന തീവ്രപ്രകാശമുള്ള മറ്റ് ലൈറ്റുകൾ, VIP വാഹനങ്ങളുടെ മാതൃകയിലുള്ള റെഡ് ബ്ലൂ സ്ട്രോബ് ലൈറ്റുകൾ, അനധികൃത സൈറണുകൾ, ടയറുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള വീൽ സ്പേസറുകൾ തുടങ്ങിയ സകല രൂപമാറ്റങ്ങൾക്കുമെതിരെയും യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ നടപടിയെടുക്കാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. എതിർദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങളുടെ കണ്ണുകളിലേക്ക് ഇത്തരം തീവ്രപ്രകാശമുള്ള അനധികൃത ലൈറ്റുകൾ അടിക്കുമ്പോൾ ഡ്രൈവർമാരുടെ കാഴ്ച പെട്ടെന്ന് മറയുകയും വലിയ രീതിയിലുള്ള വാഹന അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. ഇതിനു പുറമെ വാഹനത്തിന്റെ യഥാർത്ഥ ബോഡിക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തരത്തിൽ വലിയ വീൽ സ്പേസറുകളും വീതിയേറിയ ടയറുകളും ഉപയോഗിക്കുന്നത് റോഡിലൂടെ സഞ്ചരിക്കുന്ന മറ്റ് കാൽനട യാത്രക്കാർക്കും സൈക്കിൾ, ഇരുചക്ര വാഹന യാത്രക്കാർക്കും വൻ ഭീഷണിയാണെന്നും കോടതി വ്യക്തമാക്കി. മഴക്കാലത്തും മറ്റും റോഡിലെ ചെളിയും വെള്ളവും അതിവേഗത്തിൽ മറ്റുള്ളവരുടെ മേൽ തെറിച്ചു വീഴാനും ഇവ കാരണമാകുന്നുണ്ട്. പൊതുജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി മോഡിഫിക്കേഷനുകൾക്കെതിരെ ശക്തമായ പരിശോധനകൾ നടത്താനും പിഴ ഈടാക്കാനും നിർദ്ദേശിച്ച ഡിവിഷൻ ബെഞ്ച് കേസ് കൂടുതൽ വാദം കേൾക്കുന്നതിനായി സെപ്റ്റംബർ 7 മാറ്റിയിരിക്കുന്നത്. എന്നാലും വി ഡി സതീശന്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന വാഹനപ്രേമികൾക്ക് കോടതിയുടെ പുതിയ ഉത്തരവ് വലിയ പ്രഹരമായി മാറിയിട്ടുണ്ട്. എന്തായാലും MVDയോട് വി ഡി സതീശൻ ആവശ്യപ്പെട്ടിരുന്നു എത്തരത്തിലുള്ള മാറ്റങ്ങൾക്കാണ് വാഹന മോഡിഫിക്കേഷനുകൾക്കാണ് സാധ്യതയുള്ളതെന്ന്. ഇതിൻ്റെ ഒരു ലിസ്റ്റ് കഴിഞ്ഞ ഇടയ്ക്ക് സർക്കാരിലേക്ക് സമർപ്പിക്കപ്പെട്ടിരുന്നു. എന്തായാലും ഈ വിഷയത്തിലൊക്കെ ഇനിയും തീരുമാനം വരേണ്ടതുണ്ട്. ഈ ഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ കൂടി ഉണ്ടാവുന്നത്.